ഉള്ളൂ. ഓരോ പുരോഹിതനും ഓരോ സുവിശേഷകനും കണക്ക് കൊടുക്കേണ്ടതുണ്ടെന്ന് ഓർത്തു കൊള്ളട്ടെ. ആമേൻ. ഓരോ വിശ്വാസിയും ഓരോ സുവിശേഷകരാണ്. യേശുക്രിസ്തു മൂലമുള്ള രക്ഷ ജീവിതത്തിൽ സ്വായത്തമാക്കിയ ഓരോ വിശ്വാസിയും ഓരോ സുവിശേഷകരാണ്. ഇത് ചില പ്രത്യേക വ്യക്തികൾക്ക് എഴുതി കെട്ടിക്കൊടുത്തതല്ല. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സുവിശേഷ വേല ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട്. മറന്നു പോകരുത്. ദൈവമക്കളെ, 10-15 വർഷം മുമ്പ് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന 2 കൈയുമില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടു. ഒരു കൈ മുട്ടിന് മുകളിലും ഒരു കൈ മുട്ടിന് കീഴെയും ആക്സിഡന്റിൽ മുറിഞ്ഞുപോയ ഒരു ജോസഫ് ഏട്ടൻ. പ്രിയപ്പെട്ടവരെ, ഒരു കോട്ടും ധരിച്ച് ആരോ കഴുത്തിൽ തൂക്കിക്കൊടുത്ത ബോർഡിൽ കുറെ ലോട്ടറി ടിക്കറ്റുമായി നിന്ന് അയാൾ ലോട്ടറി വിൽക്കുകയാണ്. അയാൾ ആ ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് പിന്നെ വീണ്ടും പഴയ സ്ഥാനത്ത് പോയി നിന്നിട്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ലോട്ടറി എടുത്ത നിങ്ങളെ എന്നെ സഹായിച്ചിരിക്കുന്നു. എനിക്ക് കൈയില്ല അധ്വാനിക്കാൻ, എന്റെ വീട്ടിലുള്ളവരോട് വയറ് നിറയ്ക്കാൻ നിങ്ങൾ തന്നതാണ് മാർഗം. എന്നാൽ ഇനി പണം മുടക്കണ്ടാത്ത മറ്റൊരു ലോട്ടറി ടിക്കറ്റ് എന്റെ മറ്റൊരു കീശയിലുണ്ട്. അതെല്ലാം സൗജന്യമാണ്, എല്ലാവർക്കും എടുക്കാം, ടിക്കറ്റ് എടുത്തവർക്കും അല്ലാത്തവർക്കും. എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അയാളോട് പറഞ്ഞു, അച്ഛനും എടുത്തു വെച്ചോ, ഫ്രീ അല്ലേ. ഫ്രീ എന്ന് കേട്ടാൽ മലയാളി എന്തും എടുത്തു കളയും. പ്രിയപ്പെട്ടവരെ, ഞാൻ അയാളുടെ പോക്കറ്റിൽ കൈയിട്ട് അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്ത് തുറന്നു. ഞാനൊരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങി ബസ്സിൽ കയറിയിരിക്കുകയാണ്. തുറന്ന പേപ്പറിൽ ഞാൻ വായിച്ചു, സ്നേഹിത, നീ അങ്ങോട്ട്, ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കും? നീ ഒരുങ്ങിയിട്ടുണ്ടോ? 2 കൈയുമില്ലാതെ ഉപജീവനത്തിന് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ജോസഫ് ഏട്ടൻ സുവിശേഷ വേല ചെയ്തതാണ് കണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 കൈയും 10 വിരലും ഉണ്ടായിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വേദവാക്യം കടലാസിൽ കുറിച്ച് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായി ഒരുപാട് പേർ ഈ പന്തലിരിപ്പുണ്ട്. കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളണം ദൈവമക്കളെ. എന്നാൽ പുരോഹിതന്മാർ പ്രത്യേകം കരുതിക്കൊള്ളട്ടെ. എന്താണ് ഒരു പുരോഹിതന്റെ ചുമതല? അതാണ് നമ്മുടെ കുറിവാക്യം. തിമോത്തിയോസിനുള്ള 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാം തിരുവചനം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക, ജനത്തിനു വേണ്ടി നീ നിന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുക. പുരോഹിത, കണക്ക് കൊടുക്കേണ്ടി വരുമ്പോ ഏറെ അടികൊള്ളാൻ സാധ്യത ഒരു പുരോഹിതനാണ്. നിന്റെ ചുമതല നീ മറന്നുപോയാൽ, നീ അലസനായി പോയാൽ, നീ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ മുഴുകിപ്പോയാൽ, ഈ ലോകത്തിന്റെ ലാഭങ്ങൾ നിന്റെ ചുമതല മറന്നാൽ നീ തോറ്റുപോകുമെന്നറിയണം. ആകയാൽ ദൈവമക്കളെ, വചനം അവസാനിപ്പിക്കട്ടെ. സമയം തീരുകയാണ്. മറ്റ് ബിസിനസ്സുകൾക്കല്ല, കർത്താവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കുള്ള ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഒരുങ്ങാം. മരണം എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കാം. മണവാളൻ എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കാം. യജമാനൻ എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കാം. ഈ ആണ്ടിലെ ചിന്താ വിഷയം നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച് പുതുതാക്കാൻ ഉതകുന്നതായിരിക്കട്ടെ. ദൈവം നമ്മെ അപ്രകാരം ഒരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, കേൾപ്പിച്ച ഈ സന്ദേശത്തിനായിട്ട് നന്ദി പറയുന്നു.